ആവട്ടെ. എൻ്റെ പേര് ജെസ്സി. ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ തക്കവണ്ണം എനിക്കിടയായി തീരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നൊരു സമയം. ആ സമയത്ത് ആരും ആശ്രയമില്ലാതെ മാതാപിതാക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും ദേശനിവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ആരിൽ നിന്നും ഒരു സഹായമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം ദൈവം എനിക്കൊരവസരം തന്നു. എൻ്റെ യേശു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാഥനാണെന്നുള്ളൊരു അറിവ് ലഭിക്കുകയും ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയതിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നിന്ന് ജീവിതം വളരെ സന്തോഷത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എൻ്റെ പിതാവ് ഞങ്ങളുടെ കൊച്ചുപ്രായത്തിൽ വളരെ മദ്യപാനിയായ ഒരു വ്യക്തിയായിരുന്നു. ഈ മദ്യപാനത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുമെന്ന് എൻ്റെ അമ്മ കാത്തിരുന്നു. പല പ്രാവശ്യവും എൻ്റെ പിതാവ് മദ്യപിച്ച് വന്ന് വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത് കണ്ടു വളർന്നുവെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭവനത്തിൽ നിന്ന് യാതൊരുവിധ കുറവുമില്ലാതെ എൻ്റെ വിവാഹം വരെയും അനുഗ്രഹത്തോട് തന്നെ നന്നായി വളർന്നു. വളരെ സ്നേഹത്തിൽ വളർത്തി. രാവിലെ മദ്യപാനം എൻ്റെ സഹോദരന്മാർക്കും അമ്മയ്ക്കൊക്കെ വളരെ വിഷമമായിരുന്നു. അന്നത്തെ എൻ്റെ കൊച്ചുപ്രായത്തിൽ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. ആ സമയത്തും എന്നോട് വളരെ സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറയുവാൻ തക്കവണ്ണം എന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ വളരെ സന്തോഷത്തോട് നിന്ന് കാര്യം പറയുകയും അത് സ്വീകരിച്ച് അവർക്ക് അതിൽ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇന്നപ്പുറം വയലാർ സമരം നടന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ആ സമയത്ത് എൻ്റെ പിതാവിന് 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയം. ഒരാളുടെ വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് ജീവിക്കുന്നത് കണ്ടു വളർന്ന പിതാവ് 14 വയസ്സ് മുതൽ ആര് എന്ത് അനീതി ചെയ്താലും അതിനെ എതിർത്തുകൊണ്ട്, അതായത് സാധുക്കളായവർ, അതുപോലെ സ്ത്രീകൾ, അങ്ങനെയുള്ളവരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചാൽ പിതാവ് ജീവനെയോ ഞങ്ങളുടെ മക്കളെയോ കുറിച്ച് ഓർക്കാതെ തന്നെ അത് എത്ര ഉന്നതിയിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാരെയാണെങ്കിലും ചെന്ന് ധൈര്യമായി ആക്രമിക്കുകയും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയെങ്കിലും വളരെ യജമാനന്മാരുടെ മുന്നിൽ അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയുടെ മുന്നിൽ പിതാവിന് പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ പിതാവ് വളരെ ധൈര്യത്തോടു കൂടി തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതൊക്കെ കണ്ടും കേട്ടും വളർന്നതുകൊണ്ട് ഞങ്ങളും വലുതായപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പക്ഷെ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ വെച്ച് തന്നെ എനിക്ക് വിവാഹം എൻ്റെ ഇഷ്ടപ്രകാരമുള്ള വിവാഹമായതുകൊണ്ട് ഭവനത്തിൽ നിന്ന് എതിർപ്പുണ്ടായി. എങ്കിലും പിതാവ് എൻ്റെ ഇഷ്ടം സാധിപ്പിച്ചു തന്നു. പക്ഷെ ജീവിതം വളരെ പരാജയമായി. ആ പരാജയത്തിൻ്റെ ഇടയിലാണ് എല്ലാവരും കൈവിട്ട സമയത്താണ് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുപിടിക്കുവാനിടയായിട്ടുണ്ട്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. കുഞ്ഞിന് 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരും സഹായമില്ല, പുറത്തേക്ക് ഇറക്കാതെ എന്നെ വളർത്തിയതുകൊണ്ട് എനിക്കൊരു ജോലി പോയി ചെയ്ത് ജീവിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമാധാനവും ലഭിക്കുകയും ഞാൻ പുറത്തേക്കിറങ്ങി ജോലി ചെയ്യുവാനിടയായിരിക്കുകയും ചെയ്തു. ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ നന്നായി വളർത്തി പഠിപ്പിച്ച് ഇന്ന് വിവാഹിതനായി 2 കുട്ടികളുടെ പിതാവായിട്ട് അവൻ ഹല്ലേലൂയ ഒരു കുടുംബത്തിലായിരിക്കും. ഈ സമയം കൊണ്ട് എൻ്റെ രക്ഷകനായ ദൈവത്തെ ഹല്ലേലൂയ പാടി സ്തുതിപ്പാനും ആ ദേശമെങ്ങ് പോയി കർത്താവിനെ സാക്ഷിയായി നിൽക്കാനും ദൈവം സഹായിച്ചു. എൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾക്കൊരു മാറ്റം ലഭിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ പുത്രനായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടിതാവും രക്ഷിതാവുമായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറുകയും ഇപ്പോൾ പൂർണ്ണ സുവിശേഷ വേലയിൽ വ്യാപൃതയായിരിക്കാനും എന്നെ ദൈവം സഹായിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ 14 ജില്ലയിലും 5 തവണ കർത്താവിനെ സാക്ഷിയായി പോയി പറയുവാനും കർത്താവിൻ്റെ ഹല്ലേലൂയ സന്ദേശം കൂട്ടായും ഹല്ലേലൂയ കടന്നുപോയി പറയുമ്പോൾ അത് ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഈ കേരളത്തിൻ്റെ 14 ജില്ലയിൽ മുക്കിലും മൂലയ്ക്കിൽ ചന്തസ്ഥലങ്ങളിൽ, റോഡരികളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, അതുപോലെയുള്ള എല്ലാ സ്കൂൾ കോളേജ് വാതിൽക്കലൊക്കെയിൽ നിന്ന്
ജീവനുള്ള ദൈവത്തെ വിളിച്ചു പറയുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇപ്പോൾ ഞാൻ ഈ കർത്താവിൻ്റെ സാക്ഷ്യം പറയുന്ന സമയത്ത് ഇടുക്കിയുടെ പ്രദേശത്ത് കടന്നുപോയി കർത്താവിനെ ഘോഷിച്ച് അതിനുശേഷം കടന്നു വന്ന് തിരുവനന്തപുരം, കാട്ടാക്കട, നെയ്യാറ്റിൻകര അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നെയ്യാർ ഡാം ഭാഗത്തിലേക്ക് കടന്നു വന്നു. നെയ്യാർ ഡാമിൻ്റെ ഭാഗത്തേക്ക് വരുന്നതിന് കാരണം ഷീല ആൻറ്റിയാണ്. ഷീല തങ്കരാജ് ആൻറ്റിയുടെ ഭവനത്തിലൊരു പ്രാർത്ഥന ക്രമീകരിക്കുകയും അവിടെ കടന്നു വന്നിട്ട് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും സ്തോത്രം ചെയ്യുകയും നന്ദി പറയുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ നെയ്യാർ ഡാമിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരികയും കർത്താവിൻ്റെ സുവിശേഷീകരണത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് കൂടി കടന്നു വരുന്നതിൻ്റെ ഭാഗമായി ഈ സമയത്ത് ഒരു സാക്ഷ്യം കർത്താവിന് വേണ്ടി പറയുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയും. കേരളത്തിൻ്റെ ഒക്കെ അറ്റമായ സ്ഥലത്ത് കടന്നു വരുവാൻ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ എപ്പോഴും ദൈവം എനിക്ക് വന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ദൈവം പറഞ്ഞു, ഇനി ഇതിൻ്റെ സാക്ഷിയായി ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ, യഹൂദയിൽ, ശമരിയയിലും യെരൂശലേമിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയാകുവാൻ ദൈവം പറഞ്ഞ അതനുസരിച്ച് എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടല്ല, എന്നാൽ ദൈവത്തിൻ്റെ ആ കരവിരുത്, ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ കർത്താവിൻ്റെ കൃപ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും കടന്നുപോയി അവസാനം ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുവാനൊരു അവസരം കിട്ടിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഇനി തുടർന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനിയും അനേക സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി എൻ്റെ ദൈവത്തെ ഘോഷിച്ചുല്ലസിപ്പാൻ, സന്തോഷിപ്പാൻ, ദൈവത്തോടും ദൈവ മക്കളോടും ചേർന്ന് നടക്കുവാൻ ഒക്കെയും സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ എൻ്റെ മോന്, എൻ്റെ മോള്, എനിക്ക് 2 കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ മക്കൾ ഹല്ലേലൂയ അനുഗ്രഹത്തോടെ ഭവനത്തിലായിരിക്കുന്നു. 91 വയസ്സുള്ള അമ്മ എനിക്കുണ്ട്. എൻ്റെ അമ്മയെ നോക്കുന്നത് എൻ്റെ മക്കളാണ്. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് അനേക സ്ഥലങ്ങളിൽ പോകുവാൻ വഴിയും വാതിലും ദൈവം ഒരുക്കിയെങ്കിലും എൻ്റെ മക്കളുടെ അറിവോടുകൂടിയാണ്. എൻ്റെ മക്കൾ എൻ്റെ അമ്മച്ചയും കുഞ്ഞുങ്ങളെയും ഭവനവും ഒക്കെയും നോക്കി വളരെ സന്തോഷത്തോടു കൂടി അവർ ആയിരിക്കുന്നത് കൊണ്ടാണ്, എൻ്റെ കർത്താവ് അവരെ ക്ഷേമത്തോടു കൂടി പരിപാലിക്കുന്നത് കൊണ്ട് എനിക്ക് ധൈര്യത്തോട് നടന്ന് എൻ്റെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ നടന്ന് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. എല്ലാവരെയും ഇതേപോലെ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിനെ അറിയുക. എനിക്ക് പറയുവാനുള്ളത്, കർത്താവ് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒന്നും വ്യക്തമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ജാതിയെക്കുറിച്ചോ ഒരു മതത്തെക്കുറിച്ചോ ഒന്നും പറയുവാനില്ല. ഈ ഭൂലോകത്തിൽ തൻ്റെ ആത്മാവിനെ കൊടുത്ത് നിർമ്മിച്ച ആ എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അധികാരം? ദൈവം അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ഹല്ലേലൂയ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, ക്രിസ്ത്യാനിയുടെ പ്രത്യേക വിഭാഗത്തിൻ്റെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല. ക്രിസ്തുവിനെ അനുഗമിച്ചത് കൊണ്ട് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്ന് പറയട്ടെ, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുത്തക അവകാശമല്ല യേശു ക്രിസ്തു ഭൂലോകത്തിൽ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരുടെയും രക്ഷാകരമായ പദ്ധതി നമുക്ക് തരാൻ വേണ്ടി ഭൂമിയിൽ വന്നു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ അശുദ്ധി നിറഞ്ഞ മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ അശുദ്ധിയിൽ നിന്നൊരു മോചനം ലഭിക്കണമെങ്കിൽ ഒരു ബലിയുടെ ആവശ്യമുള്ളതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവനിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകയില്ലെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് 3 അദൃശ്യ ശക്തികൾ ആ മനുഷ്യനിൽ കുടികൊള്ളുന്നുണ്ട്. ഒന്ന് ദൈവശക്തി, ഒന്ന് ചെടിക ശക്തി, ഒന്ന് പൈശാചിക ശക്തി. ഇതിൽ നാം സ്വീകരിക്കേണ്ടത് ദൈവശക്തിയാണ്. ദൈവശക്തി നാം സ്വീകരിച്ച് ജീവിച്ചാൽ, അതായത് ദൈവം അയച്ച പുത്രനിലൂടെ ദൈവത്തെ കണ്ടാൽ ആ വ്യക്തിയിൽ പൈശാചികൻ്റെ തന്ത്രങ്ങളൊന്നും നടക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ രക്ഷിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുക തന്നെ ചെയ്യും. മനുഷ്യരെല്ലാവരും പാപികളാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കിയപ്പോൾ എല്ലാവരും തെറ്റുകാരായിപ്പോയി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും തെറ്റ് ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണെന്ന് വിശുദ്ധ സത്യവേദ പുസ്തകം പറയുകയാണ്. അങ്ങനെയെങ്കിൽ ആര് രക്ഷപ്പെടും? ഒരുത്തനും രക്ഷപ്പെടാൻ ഒരു വകുപ്പുമില്ല. ദൈവത്തിൻ്റെ
മക്കളായി തീരണമെങ്കിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. ശുദ്ധീകരണം കൂടാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ സാധിക്കുകയില്ല. അങ്ങനെയെങ്കിൽ സ്വയമായൊരു ശുദ്ധീകരണം നടത്തുവാൻ നമുക്ക് സാധ്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്നുള്ള ആ സന്ദേശം അനുസരിച്ച് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ തൻ്റെ രക്തത്താലുള്ളൊരു വിടുതൽ മനുഷ്യർക്ക് ലഭിക്കും. ആ ഒരു വിടുതൽ ലഭിച്ചതുകൊണ്ട് എനിക്കും ഇന്ന് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, ധൈര്യവും ഉറപ്പുമുള്ള മക്കളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ദൈവം സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ജീവൻ്റെ നാഥനായ, ജീവൻ്റെ വെളിച്ചമായ, ജീവൻ്റെ അപ്പമായ, ജീവൻ്റെ മാർഗമായ, ജീവജല നദിയായ, ജീവവൃക്ഷമായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ആരുടെയും നേർച്ച കാഴ്ചകളോ ധനസമ്പാദ്യങ്ങളോ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ ദൈവത്തിന് ആവശ്യമുള്ളത് എന്താണ്? മനുഷ്യൻ്റെ ഹൃദയമാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹമാണ് വെച്ചിരിക്കുന്നത്. ഈ സ്നേഹത്തിലൂടെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിൽ നാം വെക്കേണ്ടത്. അതിനു പകരം മനുഷ്യൻ ഇന്ന് വെക്കുന്നത് പക, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം, അസൂയ, കുശുമ്പ്, ദുഷ്ടത, വ്യഭിചാരം, കള്ളത്തരം, കൊലപാതകം ഇതൊക്കെ വെക്കുന്നത് കൊണ്ട് ഇന്ന് ലോകത്തിലെ മനുഷ്യരെല്ലാം രോഗികളായിത്തീരുന്നു. ഈ രോഗത്താൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജനങ്ങൾ ലോകത്തിൽ നിന്ന് നശിച്ചു പോകുന്നു. പണ്ടൊക്കെയും നാം കേൾക്കാറുണ്ട്, വയസ്സ് ചെന്നവരാണ് മരണത്തിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരായ യുവാക്കളാണ് ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിലൂടെ, രോഗത്തിലൂടെ, പലവിധമായ പ്രയാസങ്ങളിലൂടെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ഹൃദയം ദൈവത്തിനായി കൊടുക്കുന്നുവെങ്കിൽ, ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ഹൃദയത്തിൽ നന്മ നിറച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ഈ നന്മ നിറയണമെങ്കിലും യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വാത്സല്യവും അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ഹൃദയത്തിൽ നന്മ നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം. ഈ ദൈവപ്രസാദം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നാം ഭാഗ്യമുള്ളവരാണ്. ഈ ലോകത്തിൽ കോടികൾ ഉള്ളവരല്ല ഭാഗ്യമുള്ളവർ. ഈ ലോകത്തിൽ കാറും എസ്റ്റേറ്റും ബംഗ്ലാവും ഉള്ളവരല്ല ഭാഗ്യവാന്മാർ. ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ അതാണ് ആ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ. കാരണം ഈ ലോകത്തിൽ പലവിധമായ മോഹങ്ങളിലൂടെ ജനം കടന്നു പോകുമ്പോൾ, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഈ ലോകത്തിലെ മോഹങ്ങളിൽ പെട്ട് ഉഴലുന്ന് നടക്കുവാൻ സാധ്യമല്ല. സന്തോഷം ദൈവം തരുന്നുവെങ്കിൽ ആ സന്തോഷത്തിൽ ആനന്ദിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചു മരിക്കുന്നുവെങ്കിൽ ജീവനുള്ള ദൈവത്തോടുകൂടി നമുക്ക് യുഗായുഗങ്ങളോളം വാഴുവാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് ചാകാത്ത മുഴുവൻ കെടാത്ത തെയ്യുമുള്ള നിത്യനരകമെന്ന് വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും സംഭവിച്ചു കഴിഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സംഭവിക്കുവാനുള്ള കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ നിലനിർത്തുവാനും സാധിക്കും, ഒരു മനുഷ്യനെ അവസാനിപ്പിക്കുവാനും സാധിക്കും. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തിലൂടെ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നും മനുഷ്യർക്ക് ഇതൊക്കെ ഒരു പുച്ഛമായിട്ട് കാണാം. ഞങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി കർത്താവിനെ വിളിച്ചു പറയുമ്പോൾ യുവതി-യുവാക്കൾ അല്ല കൊച്ചു കുഞ്ഞുങ്ങൾ പലരും ഒരു ആക്ഷേപമായി, ഒരു പുച്ഛത്തോടെ, ഒരു പരിഹാസത്തോടെ നോക്കിക്കൊണ്ട് കടന്നു പോകുന്നതായിട്ട് കാണാം. എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ വസിക്കുന്ന ഈ ജഡത്തിൻ്റെ ചിന്ത എപ്പോഴും ഈ മണ്ണിലേക്കാണ്. ഈ മണ്ണിലേക്ക് ചിന്തിക്കുന്നവൻ മണ്ണിൽ തന്നെ അവസാനിക്കുന്നു. ദൈവം മണ്ണിലെ പൊടിയെടുത്ത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ആ മനുഷ്യൻ്റെ ഉള്ളിലാക്കി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഈ ആത്മാവിനെ ദൈവം എപ്പോൾ വിളിക്കുന്നുവോ അപ്പോൾ ഈ പൊടി, ഈ ശരീരമാകുന്ന ഈ പൊടിയിലെ മണ്ണിലേക്ക് തന്നെ മടങ്ങിച്ചേരും. അത് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്ന 3 അദൃശ്യ ശക്തികളിൽ നിന്ന്
നാം തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്മയും കരുണയും നമ്മെ പിന്തുടരും. അതുപോലെ തന്നെ ഗുണവിശേഷങ്ങൾ പലതുണ്ട്. എന്നാൽ ജഡത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ജഡം ഈ ലോകത്തോടുകൂടി അവസാനിക്കും. ഈ ലോകത്തിലെ ചിന്ത മരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ചിന്തയോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ചിന്തയോ അത് ജീവനും സമാധാനവുമാണ്. ഏതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്? ഈ അല്പകാലത്തെ ജീവിതമാണോ? നാം പൊടിയെന്നവൻ ഓർക്കുന്നു, അത് വയലിലെ പൂ പോലെ പൂക്കും, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെയാകും. എന്നാൽ ദൈവത്തിൻ്റെ ദയയോ എന്നും എന്നേക്കും തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ മക്കളുടെ മേലും ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. ഈ ലോകത്തിൽ ഏറിയാൽ 70 80 അത് നിലച്ചാൽ കഷ്ടത മാത്രം. പിന്നുള്ള ജീവിതം 80 കഴിഞ്ഞാൽ പിന്നുള്ള ജീവിതം എന്ന് പറയുന്നത് ആരെങ്കിലും നടത്തണം, ആരെങ്കിലും വാരിത്തരണം, ആരെങ്കിലും എടുപ്പിക്കണം. പിന്നെ അത് വളരെ കഷ്ടമാണ്. അതും കഴിഞ്ഞാൽ ജീവിതം തീർന്നു. എന്നാൽ ദൈവത്തോടുകൂടെയുള്ള നിത്യമായ വാസം അത് യുഗായുഗങ്ങളോളം ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ മുറുകെ പിടിക്കാതെ അത് മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ വിട്ടുകൊണ്ട് നമുക്ക് താങ്ങുവാൻ സാധിക്കാത്തതൊന്നും ദൈവം നമ്മുടെ തരികയില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്. എത്ര നാളെന്ന് നാം അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ്റെ അഹങ്കാരം കണ്ട് ദൈവം ചിരിക്കുകയാണ്. ഇവൻ എത്ര നാള്, ഈ സമയത്ത് നിന്റെ ജീവനെ എടുത്താൽ മൂഢ, നീ ഇന്നെവിടെയാണ് എന്ന് ദൈവം ചോദിച്ചാൽ നാം എന്താ ഉത്തരം? നമുക്ക് ഉത്തരമൊന്നും പറയുവാനില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞങ്ങൾക്ക് എത്രത്തോളം ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തീരത്തില്ല. കാരണം ദൈവം ആരാണ്, മനുഷ്യൻ ആരാണ്, പിശാച് ആരാണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മോഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും എന്നുള്ളത് മനസ്സിലാക്കും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്കൊരു മാറ്റമില്ലെന്ന് ദൈവം പറയുന്നു. അങ്ങനെയെങ്കിൽ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ ഒരു രക്ഷയ്ക്കായിട്ട് ഒരു നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഏത് ദൈവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ വീണ്ടും പറയുകയാണ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടിതാവും രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അഖിലാണ്ടലത്തിൻ്റെ നായകൻ, 7 മഹാസമുദ്രങ്ങളുടെ ഓണർ, ഈ മഹാസമുദ്രങ്ങളെ സൃഷ്ടിച്ചിട്ട് മണൽക്കരികളെ കൊണ്ട് അതിർവരം വിട്ടവൻ, ഈ മഹാസമുദ്രത്തിലെ വെള്ളത്തെ കൈക്കുമ്പിൽ എടുക്കുവാൻ കഴിവുള്ളവൻ, ഭൂമിയിലെ പൊടിയെ നാഴിക്കുള്ളിൽ എടുക്കുവാൻ കഴിവുള്ളവൻ, പർവ്വതങ്ങളെയും കുന്നുകളെയും തുലാസിൽ തൂക്കി നോക്കുവാൻ കഴിവുള്ളവൻ, മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളുമല്ല എൻ്റെ വഴികളെന്ന് ദൈവം പറയുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ വഴികളെക്കുറിച്ച് ദൈവം വ്യക്തവും സ്പഷ്ടവുമായി മനസ്സിലാക്കിയിട്ട് ഇതാകുന്നു വഴി, ഇതിലേ പോവുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് യേശു ക്രിസ്തു പറയുന്നു. ആ വഴിയെ സഞ്ചരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നു. ഈ മതവും ജാതിയും ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ദൈവം ഇതൊന്നും അറിയുന്നില്ല. ദൈവം രണ്ട് കൂട്ടരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ആണും പെണ്ണുമായി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. ഈ ആണും പെണ്ണുമായി സൃഷ്ടിച്ച സ്ഥാനത്ത് ഇന്ന് മനുഷ്യർ കാണിച്ചു കൂട്ടുന്ന ഓരോരോ പ്രശ്നങ്ങളുടെ മുന്നിൽ ഇന്ന് ആണത് പെണ്ണതെന്ന് അറിയാത്ത ഒരവസ്ഥയിലേക്ക് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ ചിലത് വചനം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ സ്വസ്നേഹികളായിത്തീരും, മക്കൾ അനുസരണമില്ലാത്തവരായിത്തീരും, യുദ്ധവും യുദ്ധശ്രുതികളും കേൾക്കും, ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന കാര്യങ്ങൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോകുന്നതിൻ്റെ പല ലക്ഷണങ്ങൾ ദൈവം പുത്രനിലൂടെ മനുഷ്യരെ അറിയിച്ചിട്ടുണ്ട്. ആ അറിയിപ്പുകളെല്ലാം വചനത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നാം ഒരിക്കലും ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ പോവുകയില്ല. കർത്താവ് തൻ്റെ മക്കളുടെ വരവിനായി തൻ്റെ മക്കൾ തിരിഞ്ഞ് തൻ്റെ അടുക്കൽ വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെട്ടുകൊള്ളിൻ. അപ്പം ഈ ലോകം നാശത്തിലേക്ക് പോകാനിരിക്കുന്നുവെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ദൈവം പറയുന്നത്. കുഞ്ഞുങ്ങളുടെ രക്ഷയെക്കുറിച്ച് ദൈവം മനസ്സിലാക്കുന്നു. കുഞ്ഞുങ്ങളെ ഇന്ന് ലോകത്തിലെ പൈശാചിക ശക്തി പിടിച്ചു നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കുക. ലോകം അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾക്കൊരു മാറ്റവും ഇല്ലാന്ന് വീണ്ടും വീണ്ടും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് കർത്താവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരികയില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ച് നമ്മുടെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് ഫലമേൽപ്പിക്കുക. ദൈവം വസിക്കുന്ന ആലയമൊന്ന് മനസ്സിലാക്കുക. മനുഷ്യകരങ്ങളാൽ നിർമ്മിതമായ ഒരാലയത്തിൽ ഞാൻ വസിക്കുകയില്ല. പിന്നെ ഏതാലയത്തിലാണ് ദൈവം വസിക്കുന്നത്? മനുഷ്യൻ്റെ ഹൃദയം.
ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത് തൻ്റെ ആലയമാണ്. അതാണ് ഹൃദയം എന്ന ആലയം. ഞാൻ വിളിക്കുന്നത് വരെ നീ നിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് കൂടി ആ ഹൃദയത്തോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം വിളിക്കുന്ന സമയത്ത് അത് ജോലി നിർത്തും. പിന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവവും അതിൽ നിന്ന് കടന്നു പോവുകയാണ്, എല്ലാം കടന്നു പോവുകയാണ്, മാറിപ്പോവുകയാണ്. പക്ഷേ ഭൂമിയിൽ വെച്ച് ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ ദൈവത്തോടുകൂടി നിത്യമായ ഒരു ജീവിതം ഉണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതെന്താണ് ദൈവം പറഞ്ഞത്? നിങ്ങളുടെ ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ അയച്ച പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരണ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് വചനം പറയുന്നതനുസരിച്ച് താങ്കളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ് ദൈവം വിളിക്കുകയാവും. ഇന്നാകുന്നു രക്ഷാദിവസം, ഇന്നാകുന്നു സുപ്രസാദ കാലം. ഇത് നാം മനസ്സിലാക്കുക. ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് ദൈവത്തെ അന്വേഷിക്കുക. ദൈവം അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. ഇതൊരു സമയമാണ്. ജീവനുള്ള ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുക. ദൈവമെന്ന് പറയുന്നത് സത്യമാണ്. സത്യത്തെ നിങ്ങൾ അന്വേഷിച്ചാൽ അത് കണ്ടെത്തും. അങ്ങനെ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അങ്ങനെ സ്വതന്ത്രരാക്കപ്പെട്ടൊരു കൂട്ടമായതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ വെളിച്ചത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, ഞാൻ വെളിച്ചമാകുന്നു, നിങ്ങളും വെളിച്ചമാകുന്നു. ഞാൻ വിശുദ്ധനാകുന്നു, നിങ്ങളും വിശുദ്ധരായിരിക്കും. എങ്ങനെ? മനുഷ്യനാൽ സാധ്യമല്ല, പക്ഷേ മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്താൽ സാധ്യമാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സത്യ നമസ്കാരികളായിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ജീവിച്ച് ദൈവം വിളിക്കുന്ന സമയത്ത്, പോകുന്ന സമയത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഒരു നിത്യമായ സ്വർഗമാണ്. അത് നമുക്ക് ഇത് കേൾക്കുന്നവർ ഈ സ്വർഗം നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കരുതെന്ന് ദൈവത്തോടും പ്രാർത്ഥിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യരെയും ദൈവം തള്ളിക്കളയുകയില്ല. നീ ഭയപ്പെടേണ്ട, ധൈര്യവും ഉറപ്പുമുള്ളവരായിരിക്കുക. നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് രക്ഷിക്കും. കാലങ്ങളോളം കൂടെ ഇരുന്ന് നമ്മെ രക്ഷിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയത്ത് ദൈവത്തോടുകൂടെ വാഴുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇത് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം, ഇങ്ങനെ ഒരു സാക്ഷ്യം നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു.